4.5 പതിറ്റാണ്ടിലേറെയായി സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന താരമാണ് മമ്മൂട്ടി. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, ഇംഗ്ലീഷ് എന്നിങ്ങനെ വിവിധ ഭാഷകളിലായി നായകനായും നടനായും സഹനടനായും അതിഥി താരവുമായൊക്കെ 400-ൽ പരം ചിത്രങ്ങളിൽ മമ്മൂട്ടി അഭിനയിച്ചു കഴിഞ്ഞു. മമ്മൂട്ടിയുടെ നായികമാരായി എത്തിയവരുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ ലോകസുന്ദരി ഐശ്വര്യ റായ് മുതലിങ്ങോട്ട് എണ്ണിയാലൊടുങ്ങാത്ത നിരവധി പേരുണ്ട്. എന്നാൽ അക്കൂട്ടത്തിൽ വേറിട്ട് നിൽക്കുന്ന 2 പേരുണ്ട്, ഒരു അമ്മയും മകളും. ഇരുവരും മമ്മൂട്ടിയുടെ നായികയായി അഭിനയിച്ചിട്ടുണ്ടെന്നതാണ് കൗതുകം. ഒരു നടൻ അയാളുടെ സിനിമാ ജീവിതത്തിൽ അമ്മയുടെയും മകളുടെയും നായകനായി എത്തുക എന്നത് വളരെ അപൂർവമായൊരു കാര്യം തന്നെയാണ്. എന്നാൽ ആരാണ് ഈ അമ്മയും മകളും എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുക. തെന്നിന്ത്യൻ സിനിമയിലെ മുൻനിര നായകന്മാരായിരുന്ന ലക്ഷ്മിയും മകൾ ഐശ്വര്യ ഭാസ്കറുമാണ് അത്തരമൊരു അപൂർവത പങ്കിടുന്ന അമ്മയും മകളും. ആറ്റുവഞ്ചി ഉലഞ്ഞപ്പോൾ, നദി മുതൽ നദി വരെ, അമേരിക്ക തുടങ്ങിയ സിനിമകളിലാണ് ലക്ഷ്മി മമ്മൂട്ടിയുടെ ജോഡിയായി എത്തിയത്. ലക്ഷ്മിയുടെ മകളാണ് ഐശ്വര്യ ഭാസ്കർ എന്നറിയപ്പെടുന്ന ശാന്തമീന. അമ്മയുടെ വഴിയെ അഭിനയ രംഗത്തേക്ക് എത്തിയ ഐശ്വര്യ നിരവധി മലയാളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. കൂടാതെ മോഹൻലാൽ, സുരേഷ് ഗോപി എന്നിവരുടെയും നായികയായി എത്തിയ ഐശ്വര്യ മമ്മൂട്ടിയുടെ നായികയാകുന്നത് ജാക്ക്പോട്ട് എന്ന ചിത്രത്തിലൂടെയാണ്. ചട്ടക്കാരി എന്ന ചിത്രത്തിലൂടെയായിരുന്നു ലക്ഷ്മി മലയാള സിനിമയിലേക്ക് എത്തിയത്. സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്ന ഭാസ്കർ ആയിരുന്നു ലക്ഷ്മിയുടെ ആദ്യ ഭർത്താവ്. ഈ ബന്ധത്തിലുള്ള മകളാണ് ഐശ്വര്യ ഭാസ്കർ. പിന്നീട് ആ ബന്ധം അവസാനിപ്പിച്ച ലക്ഷ്മി നടൻ മോഹൻ ശർമ്മയെ വിവാഹം കഴിക്കുകയായിരുന്നു. ആ ബന്ധവും വിവാഹമോചനത്തിൽ അവസാനിച്ച് പിൽക്കാലത്ത് നടൻ ശിവചന്ദ്രനെയും ലക്ഷ്മി വിവാഹം കഴിച്ചിരുന്നു. ബട്ടർഫ്ലൈസ്, നരസിംഹം, സത്യമേവ ജയതേ, പ്രജ, ദ ഫയർ, അഗ്നിനക്ഷത്രം, നോട്ട്ബുക്ക് തുടങ്ങിയവയാണ് ഐശ്വര്യ ഭാസ്കറിന്റെ മറ്റു മലയാള ചിത്രങ്ങൾ.